പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്ന് വന്നേക്ക് തന്നെ ആമീൻ. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ ഇട്ടൂപ്പ് ആലുക്കൽ കോർ എപ്പിസ്കോപ്പ. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. തെറ്റുകളുണ്ടെങ്കിൽ നമുക്ക് തിരുത്താവുന്നതാണ്. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ഭാഗം, ആദാം മാപ്പ് അപേക്ഷിച്ചിരുന്നെങ്കിൽ ചരിത്രത്തിൻ്റെ ഗതി മാറുമായിരുന്നോ? ആദാമും ഹവ്വയും തെറ്റ് ചെയ്തു. അയ്യോ തെറ്റിപ്പോയി ദൈവമേ, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ വേദവസ്ഥ ചരിത്രം അപ്പാടെ മാറിപ്പോകുമായിരുന്നോ? ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം, ഒരാഴ്ച മുമ്പ് ഞാൻ കുറേ വീഡിയോകളുണ്ട്. നമ്മുടെ സഭയിലല്ല, മറ്റു സഭയിലെ ബഹുമാനപ്പെട്ട ഒരു അച്ഛൻ്റെ വീഡിയോ ആണ്. അദ്ദേഹം ഒത്തിരി നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. റോമ ലേഖനത്തെ ആസ്പദമാക്കിയാണ് അദ്ദേഹം ക്ലാസ്സുകൾ എടുക്കുന്നത്. വേറെയും ഭാഗങ്ങൾ എടുക്കുന്നുണ്ട്. ചില കാര്യങ്ങളിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസം തോന്നി. എന്നാൽ അത് തെറ്റാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഉദാഹരണമായി അദ്ദേഹം പറഞ്ഞത്, ആദാം തെറ്റേറ്റ് പറഞ്ഞിരുന്നെങ്കിൽ വേദവസ്ഥ ചരിത്രത്തിൻ്റെ ഗതി തന്നെ മാറുമായിരുന്നു എന്നാണ്. അത് ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. ആദാം തെറ്റ് ചെയ്തു, തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. കൽപ്പനയും ശിക്ഷയും ഒരുമിച്ച് കൊടുത്തു. ആദം തിന്നുകയും ചെയ്തു. അവൻ ആത്മീയമായി മരിച്ചു. മരിക്കുമെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ മരിക്കുന്നു ദൈവം പറഞ്ഞില്ല. ആത്മീയമായി അവനപ്പം തന്നെ മരിച്ചു. ശാരീരിക മരണം പിന്നീടുണ്ടായി. ഇവിടെ ആദാം കുറ്റം സമ്മതിച്ചാൽ ദൈവം പാപമോചനം കൊടുക്കുമായിരുന്നോ? ഒരിക്കലുമില്ല. മരിക്കുമെന്ന് ദൈവം നേരത്തെ കൽപ്പിച്ചു, അതിന് മാറ്റില്ല. തന്നെയുമല്ല, പാപമോചനം കൊടുക്കേണ്ടത് പുത്രനിൽ കൂടിയാണ്. പഴയ നിയമം മുഴുവൻ യേശുവിനെ ഉന്മുഖമാക്കിയാണ് പറയുന്നത്. പ്രത്യേകിച്ച് 33:15 മുതൽ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല ചതിക്കുമെന്ന ഭാഗം മുതൽ മുഴുവൻ, വെളിപാട് പുസ്തകം മുഴുവനും അവിടെ വരെയും എല്ലാം യേശു ക്രിസ്തുവിനെ പറ്റിയാണ് പറയുന്നത്. അവരിൽ കൂടിയാണ് രക്ഷ കിട്ടേണ്ടത്. പിതാവിന് രക്ഷ കൊടുക്കാൻ കഴിയില്ല എന്നുള്ള അർത്ഥത്തിലല്ല. പുത്രനാണ് ന്യായവിധിയെ ഒക്കെ ഏൽപ്പിച്ചിരിക്കുന്നത്. അവർ തെറ്റ് ചെയ്തപ്പോൾ നാണം തോന്നി. അതവരെയും ദൈവിക തേജസ് കൊണ്ട് അവർ മൂടിയിരുന്നു. നാണം ഉണ്ടായില്ല. അപ്പോൾ അവർക്ക് നാണം തോന്നിയപ്പോൾ അവര് അത്തീരെ കൂട്ടി തുന്നി. ഹവ്വ ആദ്യത്തെ തയ്യൽക്കാരി അത്തീരെ കൂട്ടി തുന്നി നാണം മറയ്ക്കാൻ ശ്രമിച്ചു. പക്ഷെ വെയിൽ വന്നപ്പോൾ അത് വാടിപ്പോയി. പിന്നെ കർത്താവ് ഒരു തോലുണ്ടാക്കി അവനെ ധരിപ്പിച്ചു. ആ വസ്ത്രം നിലനിന്നു. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ദൈവം ഒരു കുഞ്ഞാടിനെ കൊന്ന് രക്തം വീഴ്ത്തി ആ കുഞ്ഞാടിന്റെ തോലെടുത്ത് ആദമിനെ ധരിപ്പിച്ചു എന്ന്. കർത്താവിന്റെ മനുഷ്യാവതാരത്തെയും അത് സൂചിപ്പിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ ആദത്തിന്റെ തെറ്റ് യേശുവാകുന്ന കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് മാത്രമേ മാറ്റപ്പെടുകയുള്ളൂ, അല്ലെങ്കിൽ പാപമോചനം ആദമിനും സന്തതി പരമ്പരകളെങ്കിൽ ലഭിക്കുകയുള്ളൂ എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ആദം ഹവ്വയും തെറ്റ് ചെയ്തപ്പോൾ ഒരിക്കലും വീട്ടാൻ പറ്റാത്ത ഒരു കടം അവരുണ്ടാക്കി വെച്ചു. ആ കടം വീട്ടാൻ അവരെ കൊണ്ട് പറ്റൂല. പറ്റുമായിരുന്നെങ്കിൽ ആ തീല കൂട്ടി തിന്നാനുള്ള ബുദ്ധി അവർക്ക് കിട്ടുമായിരുന്നില്ല. തീരെ കൂട്ടി തുന്നി കുറേ കഴിയുമ്പോൾ വാടിപ്പോയില്ലേ.
അപ്പൊ നമ്മുടെ തെറ്റിന് പരിഹാരം ഉണ്ടാകാൻ നമ്മെ കൊണ്ട് സാധ്യമല്ല, ദൈവത്തിനെ കൊണ്ട് സാധിക്കും. പിതാവ് അത് പുത്രനെ കൊടുത്തിരിക്കുന്നു. അപ്പൊ പുത്രന്റെ മനുഷ്യാവതാരത്തില് വചനം മാംസം ധരിച്ച് പാപപരിഹാര വിലയായി തീർന്നെങ്കിലേ പാപമോചനമുള്ളൂ. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ ഉൽപ്പത്തി 4:15 കയ്യിൽ തെറ്റ് ചെയ്തപ്പോഴ് ഹാവേലിനെ കൊന്നു. നീ ശപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ പുറത്താക്കാൻ നോക്കി. പുറത്താക്കി. അവൻ വിഷമിച്ചു. അയ്യോ, നീ എന്നെ പുറത്താക്കിയാണല്ലോ, ഞാൻ ഇനി എന്ത് ചെയ്യും? ആരെങ്കിലും എന്നെ കണ്ടാൽ എന്നെ കൊന്നുകളയും. അപ്പൊ അവൻ ആ കുറ്റബോധം വന്നല്ലേ. അനുതാപത്തിലേക്ക് പൂർണ്ണമായിട്ട് വന്നില്ലെങ്കിൽ അവന് കുറ്റബോധം വന്നു. അനുതാപം ഇല്ലാന്ന് പറയാൻ പറ്റൂല. പക്ഷെ ദൈവം നിനക്ക് പാവനം തന്നൊന്നും അറിയില്ല. ആരും അവനെ കൊല്ലാതിരിക്കുക എന്നതിന് അവനെ നെറ്റിയിൽ ഒരു അടയാളം കൊടുത്തു. ആണ് ഉൽപ്പത്തി 4:15 നമ്മൾ വായിക്കുന്നത്. അവിടെയും പാപമോചനം പിതാവ് നേരിട്ട് കൊടുത്തിട്ടില്ല. ആരും അവനെ കൊല്ലാണ്ടിരിക്കാൻ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അവനോ അവൻ്റെ സന്തതി പരമ്പരകൾക്കോ അല്ലെങ്കിൽ ഹാവേലിന്റെ സന്തതി പരമ്പരകൾക്ക് ആർക്കും, ഹാവേലിനെ കൊന്നൂലോ, പാപപരിഹാരം ദൈവമായ കർത്താവ് അല്ലെങ്കിൽ പിതാവാം ദൈവം, അതാണ് കുറച്ചുകൂടെ ആക്റ്റീവ് ആകുന്നത്. പിതാവാം ദൈവം അങ്ങനെ ചെയ്തു. ആദാം കുറ്റം സമ്മതിച്ചാലും ഇനി മാപ്പ് പറഞ്ഞാലും അവിടെ അവന് പാപമോചനം കിട്ടില്ല. ദൈവത്തിൻ്റെ പദ്ധതി പുത്രനിൽ കൂടി മാത്രമേ പാപമോചനം കൊടുക്കൂ എന്നതുകൊണ്ടാണ്. മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത്, ആദമോ ഹവയും തെറ്റ് ചെയ്തു. ഹവയാണല്ലോ പഴം പറിച്ചത്, സാത്താന്റെ പ്രേരണയാൽ. അവിടെ ഒരു ആന്തരിക അർത്ഥമുണ്ട് എന്നും സെക്ച്വലായിട്ടുള്ള ഒരു ഡിസയർ കൊണ്ടാണ് ഹവ്വ ആ തെറ്റിലേക്ക് പഴം പറിക്കുക എന്നുള്ളതല്ല, അതിനേക്കാൾ ഉപരിയായ ലൈംഗിക ബന്ധത്തിനാണ് അവൾ ആഗ്രഹിച്ചത് എന്നും അച്ഛനൊരു വ്യാഖ്യാനമായിട്ട് പറഞ്ഞു. അതും ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. ഉൽപ്പത്തി 1-ാം 27-28 വായിക്കുമ്പോൾ ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. എന്ന് പറഞ്ഞാൽ അനുഗ്രഹിച്ച്, നിങ്ങൾ വർദ്ധിച്ച് പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴ്പ്പെടുത്തുകയും. ദൈവം അനുഗ്രഹിച്ചിട്ട് പറഞ്ഞത് ഒരു തെറ്റ് ചെയ്യുന്നതിന് മുമ്പാ, തെറ്റ് ചെയ്തതിന് ശേഷമല്ല. നിങ്ങൾ വർദ്ധിച്ച് പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിന് കീഴടക്കാൻ പറഞ്ഞു. അപ്പൊ ലൈംഗിക ബന്ധമില്ലാതെ വർദ്ധിച്ചു വരുവാൻ ഒരിക്കലും പിതാവ് കൽപ്പിച്ചിട്ടില്ല. അപ്പൊ ലൈംഗിക ബന്ധം അവർക്ക് അനുവാദം നേരത്തെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ പഴം പറിച്ചു തിന്നു, അനുസരിച്ചില്ല. അനുസരണക്കേടാണ് പാപം. ആ അനുസരണക്കേടെന്ന് ഇത് വർത്തിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് പിതാവിനെ അനുസരിച്ച് സ്വയം താഴ്ത്തി മനുഷ്യനായിട്ട് പിറന്ന്, ദൈവത്തോരിലുണ്ട്, മാറിയിട്ടില്ല, പിറന്ന് ബലിയായിട്ട് തീർത്ത് രക്ഷിച്ചു. മൂന്നാമതൊരു കാര്യം അദ്ദേഹം പറഞ്ഞു, അറിഞ്ഞോ അറിയാതെ പറഞ്ഞെന്ന് എനിക്കറിയില്ല, നമ്മുടെ ആത്മാവ് പരിശുദ്ധാത്മാവിന്റെ ഭാഗമാണ്. റോബർക്കുള്ള ലേഖനത്തിന്റെ പഠന ക്ലാസ്സിൽ 15-17 എവിടെ അദ്ദേഹം അത് പറഞ്ഞായിട്ട് ഞാൻ കേട്ടു. നമ്മുടെ ആത്മാവ് പരിശുദ്ധാത്മാവിന്റെ ഭാഗമാണെന്ന് പറയാൻ ഒരിക്കലും സാധ്യമല്ല. പരിശുദ്ധാത്മാവ് ദൈവമാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിലുണ്ടെങ്കിൽ നമ്മൾ ദൈവമായില്ലേ. ദൈവത്തിന്റെ രൂപത്തിൽ നമ്മെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അപരിമേയനായ ദൈവത്തിന്റെ 3 ശക്തികൾ, പരിമിതമായ 3 ശക്തികൾ, അതായത് ഓർമ്മശക്തി, ഇച്ഛാശക്തി, വിവേചന ശക്തി, ഇത് നമ്മുടെ ആത്മാവിന് കിട്ടിയിട്ടുണ്ട്.
ദൈവത്തിന് സർവശക്തനുള്ള എല്ലാ കഴിവുണ്ട്. ആ വിവേചനാശക്തിയും ഓർമ്മശക്തിയും ഇച്ഛാശക്തിയും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ആത്മാവിൽ കൂടിയാണ് കിട്ടുന്നത്. അത് പരിശുദ്ധാത്മാവിന്റെ ഭാഗമല്ല, പരിശുദ്ധാത്മാവിന്റെ ഭാഗം ഒരിക്കലുമല്ല. അദ്ദേഹത്തിന് അങ്ങനെ ഒരു സംശയം വരാൻ കാരണം, ദൈവം അവനെ സൃഷ്ടിച്ച് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. അപ്പോൾ എന്താ സംഭവിച്ചത്? അവൻ ജീവനുള്ള ദേഹിയായിട്ട് തീർന്നു. ആ ഊതിയത് ആത്മാവിനെ കൊടുത്ത, പക്ഷെ ആത്മാവിനവന്റെ നമ്മുടെ ആത്മാവിൽ നിക്ഷേപിച്ചതല്ല. ഊതിയപ്പോഴാണ് ദേഹി, ജീവൻ, പ്രാണൻ, അവൻ ജീവനുള്ള ദേഹിയായിട്ട് തീർന്നത്. ആ ഊതിയപ്പോഴും അവൻ ആത്മാവിനെ കൊടുത്താണ്, ഇല്ലാന്ന് പറയാൻ നമുക്ക് പറയാൻ പറ്റില്ല. അത് പരിശുദ്ധാത്മാവല്ല. അപ്പോ ദേഹം, ദേഹി, ആത്മാവെന്ന 3 ഘടകങ്ങൾ കൊണ്ടാണ് മനുഷ്യന് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഓരോ കുട്ടിയുടെ ജനന സമയത്ത് ദൈവം അവന് വേണ്ടി ഒരു ആത്മാവിനെ സൃഷ്ടിച്ച് ആ ഭ്രൂണത്തിൽ അല്ലെങ്കിൽ ആ മാംസത്തിൽ സന്നിവേശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓരോരുത്തർക്കും ഓരോ ആത്മാവാണ്. മറിയാമ്മയുടെ ആത്മാവല്ല ഏലാമ്മയുടെ ആത്മാവ്, പൗലോസിന്റെ ആത്മാവല്ല മത്തായിയുടെ ആത്മാവ്. അവന്റെ ജനന സമയത്ത് ദൈവം ഒരു ആത്മാവിനെ സൃഷ്ടിച്ച്, ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ, ഒരാത്മാവിനെ സൃഷ്ടിച്ച് അവന്റെ മാംസത്തിൽ സന്നിവേശിപ്പിക്കുകയാണ്. ജനിക്കുമ്പോൾ തന്നെ ഉടനെ. അതാണ് പുരുഷന്റെ ബീജവും സ്ത്രീയുടെ അണ്ടവും സംയോജിപ്പിക്കുമ്പോൾ തന്നെ ആ നിമിഷത്തിൽ തന്നെ ദൈവം ആത്മാവിനെ സൃഷ്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ആത്മാവ് സൃഷ്ടിയാണ്, സൃഷ്ടാവല്ല, ഒരിക്കലുമല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു ഭാഗമൊന്നും നമ്മിലില്ല. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് പിതാവാം ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന ആത്മാവാണ്. അതിന്റെ അംശമൊന്നും നമ്മളില്ല. ഇങ്ങനെ ചില കാര്യങ്ങള് അദ്ദേഹം തെറ്റായി പഠിപ്പിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസവും അഭിപ്രായവും. തെറ്റുണ്ടെങ്കിൽ തിരുത്തിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, അതെനിക്ക് പഠിക്കുകയും ചെയ്യാലോ. ചില സമയത്ത് അദ്ദേഹം പറയും സത്യ ഏകദൈവമായ യേശുക്രിസ്തു മാത്രമാണ് നമ്മുടെ ദൈവം എന്നൊക്കെ പറയും. അതൊന്നും മനസ്സിലാവില്ല. ജീസസ് ഈസ് അവർ ഗോഡ്, ദ ഒൺലി ഗോഡ് എന്ന അർത്ഥത്തിലൊക്കെ പറയുമ്പോഴാണ് തൃത്വത്തെ ചിലപ്പോൾ അവഗണിക്കുന്നുണ്ടോ എന്ന് സംശയം. ചിലപ്പോൾ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്ത്രീ എന്ന് പറയും, ചിലപ്പോൾ യേശുമിശിഹായിക്ക് സ്ത്രീയായിരിക്കട്ടെ എന്ന് പറയും. തുടക്കത്തിലൊക്കെ തൃത്വ നിഷേധിയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കേൾവിക്കാർക്കങ്ങനെ തോന്നും. ഏക സത്യദൈവമായി നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെയും അറിയുന്നത് എത്തിയവനാകും. ഏക സത്യദൈവം എന്ന് പറയുമ്പോൾ അത് പിതാവിനെ മാത്രം ഉദ്ദേശിക്കുന്നു. കാരണം പിതാവിൽ നിന്ന് പുത്രൻ ജനിക്കുന്നു, പിതാവിൽ നിന്ന് പരിശുദ്ധ റൂഹ പുറപ്പെടുന്നു. ഏക സത്യദൈവം, ഏക കർത്താവ് എന്ന് പറയാം, അത് വേറെ. ഏകപിതാവ് നമ്മളുകൂടെ, ഏകപുത്രൻ നമ്മളുകൂടെ, ഏക പരിശുദ്ധ റൂഹ നമ്മളുകൂടെ. വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഏക കർത്താവിനെ യേശുവിനെ പറ്റി പറയുന്നുണ്ട്. ഈ കർത്താവ് എന്ന് പറയുമ്പോൾ രണ്ടർത്ഥത്തിൽ വരും. യേശു ക്രിസ്തുവിനെയും സൂചിപ്പിക്കും, ദൈവത്തെയും, പിതാവ് ദൈവത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ യേശു ക്രിസ്തു ആകുന്ന ഏക സത്യദൈവം എന്ന് പറയുന്നതിൽ തെറ്റുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഒരു കർത്താവ്, ഒരു വിശ്വാസം, ഒരു മാമോദീസ അങ്ങനെയൊക്കെ പറയുമ്പോൾ തെറ്റില്ല, അതിൻ്റെ കൂടെ എന്ന് പറയാം. പക്ഷേ ഏകദൈവം യേശു ക്രിസ്തു മാത്രമാണെന്ന് പറയുമ്പോൾ ഒരുപാട് അർത്ഥവ്യത്യാസം അതിനകത്ത് വരുന്നു. നല്ല ക്ലാസ്സുകളാണ് അദ്ദേഹം എടുക്കുന്നത്. ഞാൻ പലതും ശ്രദ്ധിക്കാറുണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആളുകളൊക്കെ തെറ്റിദ്ധാരണ വരാതിരിപ്പത്തൊക്കെ ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.